all, welcome to Basic Kitchen. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബാർബിക്യൂ പിസ്സ റോൾസ് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് തയ്യാറാക്കി വെക്കണം. ഇത് 4 കപ്പ് മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഏകദേശം 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർത്ത് മാവ് നല്ലവണ്ണം കുഴച്ചെടുക്കാം. ഇനി ഇത് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. അടുത്തതായി ഞാനിവിടെ 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ഇതില്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ നന്നായി അരച്ചത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ആണ് ചേർക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബാർബിക്യൂ സോസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ് കൈവശമില്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താലും മതിയാകും. ഇനി ഇത് നല്ലവണ്ണം ചിക്കനിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം സ്റ്റൗ ഓണാക്കി കൊടുത്ത് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. പാത്രം ഒരു മൂടി കൊണ്ടടച്ച് ചിക്കൻ നന്നായി വെന്ത് വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കണം. അടുത്തതായി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സവാള നല്ലവണ്ണം ബ്രൗൺ ആകുന്നത് വരെ നല്ലവണ്ണം വഴറ്റി കൊടുത്ത് എടുക്കണം. ചിക്കൻ വേവിക്കുമ്പോൾ തന്നെ സവാള കൂടി ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. സവാളയെല്ലാം നല്ലവണ്ണം വഴന്ന് ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേവിക്കാനായി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത് സവാള കൂടി ചേർത്ത് ചിക്കൻ നല്ലവണ്ണം വേവിച്ച് വറ്റിച്ചെടുക്കണം. നമ്മുടെ ബാർബിക്യൂ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസസ് എല്ലാം സ്പൂൺ കൊണ്ട് നന്നായി ചെറിയ പീസസായി ക്രഷ് ചെയ്തെടുക്കണം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പിസ്സയ്ക്കായി കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി അതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് വലിയ സൈസിൽ തന്നെ നന്നായി ഒരു സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് കൈവശമില്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയായിരിക്കും. അതിനു മുകളിലായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല വളരെ തിൻ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായി കുറച്ച് മൊസറല്ല ചീസ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വളരെ ശ്രദ്ധിച്ച് ഒരു സൈഡിൽ നിന്നും മറു സൈഡിലേക്ക് റോൾ ചെയ്ത് എടുക്കാം. അതിനുശേഷം പിസ്സ റോൾ ഒരു വലിയ കത്തി കൊണ്ട് 1.5 ഇഞ്ച് വലുപ്പത്തിൽ നെടുകെ മുറിച്ചെടുക്കാം. കട്ട് ചെയ്തെടുത്ത പിസ്സ പീസസ് ഒരു പാനിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇത് ബേക്ക് ചെയ്യുന്നതിനായി ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുക. ആദ്യം ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്ത ശേഷം പിസ്സ റോൾസ് പുറത്തെടുത്ത് അതിനു മുകളിലേക്ക് മൊസറല്ല ചീസ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്നുകൂടി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ബാർബിക്യൂ പിസ്സ റോൾസ് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
ഇനിയും നല്ല റെസിപ്പീസുമായി ബേസിക് കിച്ചൺ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ബേസിക് കിച്ചൺ.